ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്കുണ്ടാകട്ടെ. ഈശോ ഇന്ന് നിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു വന്നുകൊണ്ട് നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അന്ത്യകാലത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പേടിയുണ്ടാകാം. പക്ഷേ ഈശോ എന്തിനു വേണ്ടി അത് പറഞ്ഞു വച്ചേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുക്കത്തോടു കൂടി ആയിരിക്കുവാനാണ്. പക്ഷേ ചിലരെങ്കിലുമൊക്കെ സംശയിക്കാറുണ്ട്, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാണോ, അല്ലെങ്കിൽ ഇത് ഏറ്റവും അവസാനം ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിനോട് ചേർത്ത് തന്നെ ഈശോ പറയുന്ന ഒരു വചനമുണ്ട്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 21 അധ്യായം 33 തിരുവചനം. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകുകയില്ല. ഈശോ ഒരു ഷുവർട്ടിയാണ് നൽകുന്നത്. ആകാശവും ഭൂമിയും എല്ലാം കടന്നു പോകും, ചുറ്റുമുള്ളതെല്ലാം കടന്നു, പക്ഷേ എൻ്റെ വാക്കുകൾക്ക് യാതൊരു മാറ്റം ഉണ്ടാവില്ല. അന്ത്യകാലത്ത് ഇതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിച്ചിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് ഒരുക്കത്തിൻ്റെ മനുഷ്യരായിരിക്കുക എന്നുള്ളത്. ഇതിന് എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ നയിക്കാം. കർത്താവ് എപ്പോൾ വന്നാലും സന്തോഷത്തോടു കൂടി കർത്താവിനോട് ചേരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഒരുക്കത്തിൻ്റെ വ്യക്തിയായിരിക്കുക. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, നിൻ്റെ വചനങ്ങൾ ഒരിക്കലും കടന്നു പോകുകയല്ല എന്നുള്ളത് പറ, അതെല്ലാം യഥാർത്ഥമായി തീരുമെന്നുള്ള പഠിപ്പിക്കുക. ഈശോയെ, അന്ത്യകാലത്തെക്കുറിച്ചുള്ള നിൻ്റെ വരവിനെ ഞങ്ങൾ ധ്യാനിക്കുകയാണ്. എപ്പോഴും ഒരുക്കത്തോടു കൂടിയായിരിക്കുവാൻ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ജീവിത മേഖലകളിലെല്ലാം ഒരുക്കം പൂർത്തിയാക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള തിന്മകളും ഈ വ്യക്തിയിൽ നിന്ന്, സാഹചര്യം നിന്നെല്ലാം മാറ്റപ്പെടട്ടെ എന്ന് ഈശോ നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ